عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള സദാത്തുക്കളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, പ്രാസ്ഥാനിക നേതാക്കളെ, പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല candidate ആയിരുന്നു. But then he is central committee member. He is central committee member. Will come great inshallah in future. Thank you. മഹാനായ ഖുറത്തു സദാ ഖുറാത്തങ്ങളുടെ ഒന്നാമത്തെ ഉറൂസിനോടനുബന്ധിച്ച് വളരെ പ്രൗഢമായി നടക്കുന്ന ഉറൂസ് പരിപാടികളിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ നാടുകളിലേക്ക് പരിശുദ്ധമായ ദീനിൻ്റെ ദഅവത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്ന സയ്യിദന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി കടന്നു വന്ന സാദാത്തുക്കളാണ് ബുഖാരി സാദാത്തുക്കൾ. നമുക്കറിയാം, കേരളത്തിലും കർണാടകയിലുമൊക്കെ വൈജ്ഞാനിക രംഗത്തും സാമൂഹിക സംഘടന സ്ഥാപന രംഗത്തുമൊക്കെ നമുക്ക് വലിയ നേതൃത്വം നൽകി നമുക്ക് വിട പറഞ്ഞ മഹാനായ താജുൽ ഉലമ സയ്യിദ് അവർകൾ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബുഖാരി സാദാത്തികളിൽ വളരെ പ്രധാനപ്പെട്ട കണ്ണികളിൽപ്പെട്ട ഒരാളാണ്. അവരുടെ മകൻ മഹാനായ ഖുറാത്തങ്ങളെ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വവും ബഹുമാനവും കൊടുത്ത് നമുക്ക് എല്ലാ വിഷയത്തിലും അത്താണിയായി ആശാകേന്ദ്രമായിരുന്ന മഹാനായ സയ്യിദ് അവർകൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, ഇന്ന ബുദലാ ഉമ്മത്തി ലം യദ്ഖുലുൽ ജന്ന ബികസറത്തി സ്വലാത്തി വലാസിയ. എൻ്റെ ഉമ്മത്തിൽ ബുദലാ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അബ്ദാൽ എന്നറിയപ്പെടുന്ന മഹാന്മാരുണ്ട്. അവര് സ്വർഗ്ഗത്തിൽ പോകാനുള്ള കാരണം ആ ഹദീസിൽ പറയുന്നത് പ്രധാനമായും ബിസലാമത്തി സുദൂർ, അവരുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ്. മഹാനായ ഖുറാത്തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വിശാലമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു. ആരോടും ഒരു വെറുപ്പ് വിദ്വേഷമില്ല, എല്ലാവർക്കും നന്മ എത്തണം. സഖാവത്തുൻ നഫ്സും അന്നസീഹത്തു ലിൽ മുസ്ലിമീൻ എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഹദീസിൽ സൂചിപ്പിച്ച അബ്ദാലിന് പറഞ്ഞ വിശേഷണങ്ങൾ മഹാനായ സയ്യിദ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരുന്നു. അവിടുത്തെ സ്വഭാവം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ, ഒരാളെ മഹബ്ബത്ത് വെച്ചാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ അടയാളമായി പറയുന്നത് യൂലഉ ലഹുൽ ഖബൂലു ഫിൽ അർളി, ഭൂമി ലോകത്തിൽ വലിയ സ്വീകാര്യത അത് എല്ലാ മതക്കാർക്കിടയിലും മുസ്ലിമീങ്ങൾക്കിടയിൽ മാത്രമല്ല. നമുക്കറിയാം, മഹാനായ സയ്യിദ് അവറുകളെ ആശ്രയിച്ചിരുന്ന എത്ര ആളുകളാണ്, മുസ്ലിമും അമുസ്ലിമും എല്ലാവരും. ആ നിലയ്ക്ക് വലിയൊരു അത്താണിയായിരുന്നു മഹാനായ സയ്യിദ് അവറുകൾ. അവിടുത്തെ ഒന്നാമത്തെ ഉറൂസ് നടക്കുന്നത് നമുക്കറിയാം, അവിടുത്തെ വഫാത്ത് മുഹറം 1 നല്ലൊരു സമയത്താണ്. നമുക്കൊക്കെ വിശുദ്ധമായ മുഹറം പുതിയൊരു വർഷത്തെ സ്വീകരിക്കുന്ന സമയത്ത് മഹാനായ ഖുറാത്തങ്ങളുടെ ഉറൂസോടുകൂടെയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ ഖൽബ് ശുദ്ധിയാകാനും ആത്മീയ സദസ്സുകളൊക്കെ കിട്ടി നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ ഈ മഹത്തായ ഉറൂസ് നമുക്ക് കാരണമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടികളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.